നേരത്തെ നിന്നേ. മോള് നിക്ക്. മോളല്ലേ ഇവിടെ നിൽക്കേണ്ടത്. നീ പോയി ഫോട്ടോ എടുക്ക്. അതെന്തിനാ അവളെ എടുക്കുന്നത്? വേറെ ആർക്കെങ്കിലും എടുത്തൂടെ? നീ പറഞ്ഞ അങ്ങ് ചെയ്താൽ മതി. ഞാൻ ചെയ്തോളാം. കുഴപ്പമില്ല. അമ്മയമ്മയ്ക്ക് അരികിൽ നിൽക്കാനുള്ള യോഗ്യത ഇനി എനിക്ക് എന്നും ഉണ്ടാവുമെന്തോ. എന്നാലും സാരമില്ല, എന്റെ ഭർത്താവിന് ചെറിയ മാറ്റമുണ്ടല്ലോ. ഇതുപോലെ നടക്കണം. അയ്യോ, അതൊന്നും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ലമ്മേ. എല്ലാരും മോള് കാണിച്ചു തന്ന പോലെ നടന്നേ പറ്റൂ. ഈ പ്രായത്തിൽ ഞാനിങ്ങനെയൊക്കെ ഒന്ന് നടക്കും. നടക്കാം. ഇനി എല്ലാവരും ക്യാറ്റ് വാക്ക് നടത്തണം. ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആർക്ക് ഫസ്റ്റ്? അത് വല്യമ്മയ്ക്ക് കൊടുത്തേ പറ്റൂ. എന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത നീയാ. അതൊന്നും സാരമില്ല. ഇനിയിപ്പോ ചേച്ചി അത് വലിയ വിഷയം. നീ ഈ ഫോട്ടോ ഒക്കെ എടുത്തേ. ഈ കാഴ്ച നിനക്ക് കാണാനേ പറ്റില്ല. പിന്നെ മുത്തശ്ശിക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. ശരിയാക്കാം. ഇങ്ങോട്ട് നോക്കി. ഓക്കെ. പാചകം എവിടെ വരെയായി? അതിനെപ്പറ്റി മുത്തശ്ശി പേടിക്കണ്ട. പാചകം എന്തായാലും മോശമാവില്ല. പുറത്ത് പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാം റെഡി ആയിരിക്കും. ഞങ്ങൾ ആണുങ്ങള് പാചകത്തിൽ വളരെ മോശമാണെന്ന് ഇവിടെ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കണ്ട. അങ്ങനെ നല്ല മോളെ, ഇവനെ ഏതാണ്ടൊക്കെ അറിയാം. ഒരുമാതിരി നല്ല കറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതെ അതെ, ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിലില്ലെങ്കിലും നിങ്ങള് ആണുങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് കിടക്കാൻ പറ്റൂല്ലെന്ന് ഇന്നത്തോടെ അറിയാലോ. ഇപ്പൊ ഹോട്ടലുള്ളത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എടുത്തി. ഹോട്ടൽ ഫുഡ് ഇഷ്ടമില്ലാത്തവരാ ഇവിടുത്തെ പലരും. ഇവനെ പോലെ ഒരുത്തനേ ഉള്ളൂ ഏത് നേരവും ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത്. അതൊക്കെ പണ്ടായിരുന്നു മുത്തശ്ശ. ഇപ്പൊ എനിക്കും ഇഷ്ടമല്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ബാറിലൊക്കെ പോകുന്നുണ്ട്. ഹോട്ടൽ ഫുഡ് നീ ശരിക്കും തട്ടാറുണ്ട്. അതെന്തിനായിട്ടാ എന്റെ മോനെ കള്ളുകൂടിയനാക്കുന്നത്? അവൻ കള്ളുകൂടിയനായതുകൊണ്ട് തന്നെ. ഞാനിപ്പോ അങ്ങനെ ഒന്നും കുടിക്കാറില്ല മുത്തശ്ശ. ആര് പറഞ്ഞു കുടിക്കാറില്ലെന്ന്? ഏത് നേരം ഏലക്കും ചവച്ചോണ്ടാ വരുന്നേ. അപ്പോഴൊക്കെ എനിക്കറിയാം അകത്ത് കളർ വെള്ളം ഉണ്ടെന്ന്. മോളെ, എന്തായാലും ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാ. ഇനി നിങ്ങൾ എല്ലാവരും ഇവനുണ്ടാക്കുന്ന ആഹാരം കഴിച്ച് സൂപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇന്ന് ഇവനാ ഞങ്ങളുടെ നേതാവ്. അല്ലെങ്കിൽ ഇപ്പൊ ആദർശാണല്ലോ ഈ വീട്ടിലെല്ലാം നിയന്ത്രിക്കുന്നത്. മുത്തശ്ശനൊക്കെ വീട്ടിനകത്തായില്ലേ. നമ്മുടെ കമ്പനി നിയന്ത്രിക്കുന്നതും ഇപ്പൊ ഇവനല്ലേ. അതിനെന്തെങ്കിലും വിരോധം നിനക്കുണ്ടോ? നിന്റെ മോനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരുപാടാ, പക്ഷെ അത് നടക്കണ്ടേ? മനുഷ്യനൊരു അടിസ്ഥാന സ്വഭാവമുണ്ട്, അതെന്തായാലും മാറാൻ പോകുന്നില്ല. അത് ശരിയാ. ആയിക്കോട്ടെ. അതുകൊണ്ട് ഇവനിപ്പോ തൊഴിലാളിയും ബാക്കിയുള്ളവരെല്ലാവരും മുതലാളിമാരും ആയില്ലേ. ഇപ്പൊ തൊഴിലാളിയെങ്കിലും ആണ്. ഇനി അതുകൂടി ഇല്ലാതാക്കാതിരുന്നാൽ ഇവനും കൊള്ളാം, നിനക്കും കൊള്ളാം. വേറൊന്നും കൊണ്ടല്ല, ഇവന്റെ തലയ്ക്കകത്ത് ചെളിവാരി അറിയുന്ന നീയാണ്. അതുകൊണ്ടാ അന്തപുരി തറവാട്ടിൽ ഒരുത്തൻ തല തിരിഞ്ഞു പോയത്. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല മുത്തശ്ശ. പാചകം എവിടെ വരെയായി? തുടങ്ങിയിട്ടേ ഉള്ളൂ. പാചകം കുറച്ചിട്ട് പാചകത്തിൽ ശ്രദ്ധിച്ചാ വലിയ തിരക്കേടില്ലാതെ പോവും. അവളെന്താ അങ്ങനെ പറഞ്ഞത്? റാണി, ഞാനിപ്പോ വരാമേ. ഇനിയിപ്പോ ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ പോയതായിരിക്കും ഒരു കാരണം ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? ഭാര്യമാർ നന്നായി അണിഞ്ഞൊരുങ്ങുമ്പോ അതിനെ ഭർത്താക്കന്മാർ പ്രശംസിക്കുന്നത് എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമാണ്. നിനക്കത് കേൾക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയത് നിന്റെ കയ്യിൽ തെറ്റാ. എന്താ നിന്റെ മുഖം പെട്ടെന്ന് വാടിയത്? നിന്റെ സ്വഭാവം കണ്ട നിന്നെ പുകഴ്ത്താൻ ഇവിടെ ഒരാൾ പോലും ഇല്ലാതെ പോയത്. എങ്ങനെയുണ്ട് എന്റെ വേഷം? ഇതേപ്പറ്റൊന്നും പറഞ്ഞില്ലല്ലോ. നീയേ പോയി പാടത്തിന്റെ നടുക്ക് നിൽക്ക്, ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അതെ, എല്ലാരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദർശന് മാത്രം പുച്ഛം. നല്ലതിനല്ലേ നല്ലതെന്ന് പറയാൻ പറ്റൂ. എനിക്ക് നിന്നെ സാരി കൊടുത്ത് കാണുന്നതാ ഇഷ്ടം. എന്നും അങ്ങനെ തന്നെ നടന്നാ മതിയോ? ഇടയ്ക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വേണ്ടേ? എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റമായി പോയി. എന്തൊക്കെ പറഞ്ഞാലും ആവേശത്തോടെ പാചകം ചെയ്യാൻ പോയിട്ട് അവസാനം എന്റെ സഹായം വേണ്ടി വന്നല്ലോ. അത് പിന്നെ ഞാൻ വെറുതെ ചില സംശയങ്ങളൊക്കെ ചോദിച്ചതേ ഉള്ളൂ. വെറുതെ ഒരു ഉറപ്പിന് വേണ്ടി. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. അതെ, പാചകം തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും ചേരുവകൾ പലതും ചേർക്കാനുണ്ട്. ഇനി നിന്റെ സഹായം ഒന്നും വേണ്ട, അതൊക്കെ എനിക്കറിയാം. ഞാൻ തന്നെ ചെയ്തോളാം. ഉറപ്പാണോ? എന്റെ വേഷം കണ്ടിട്ട് എന്താ പറഞ്ഞത്? പാടത്ത് കൊണ്ട് വെക്കണമെന്നോ? കണ്ണു കിട്ടാതെ അല്ലേ? അത്രയ്ക്ക് ബോറാണ് ഈ വേഷം. വളരെ ബോറാ. അതെ, കണ്ണോട്ടന്മാരെ അങ്ങനെ പറയൂ. കാഴ്ചശക്തി ഉള്ളവരും അങ്ങനെ തന്നെ പറയൂ. ഇതേ ബോറ് തന്നെയാ. എനിക്ക് ഇനി ഒരു സംശയം ചോദിക്കാൻ എന്നെ വിളിക്കണ്ട. ഞാൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ആണുങ്ങൾക്കും പാചകം അറിയാവുന്ന നീ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയാൻ പോകുന്ന ദിവസമായിരുന്നു. പാചകം പകുതി പോലും ആയിട്ടില്ല.
ആ സമയത്ത് ആ വെല്ലുവിളി. ഓ ശരി, എന്നാ പിന്നെ നമുക്ക് കാണാം. 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 ഛെ, അവളെ വെല്ലുവിളിക്കണ്ടായിരുന്നു. ഇനിയിപ്പോ സംഗതി കുളമാവോ? ഞാനെല്ലാം ഉണ്ടാക്കി നിൽക്കുകയും ചെയ്തു. ദൈവമേ. അതെ, ആദർശമന്റെ മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിങ്ങിന് ഞാനില്ല. പോകുന്ന വഴിക്ക് എന്നെ നന്ദാവനത്തിൽ ഒന്ന് ഇറക്കിയാൽ മതി. അതെന്താ അങ്ങനെ? ഇന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ കാണണമെന്ന് പറഞ്ഞാലേ. അതെ, എന്തിനാ അമ്മ നിർബന്ധിക്കുന്നത്? പോകുന്നെങ്കിൽ പൊക്കോട്ടെ. വേറൊന്നും കൊണ്ടല്ല. അതെ, ഞാൻ കുറച്ചു ദിവസം ആയില്ല ഇങ്ങോട്ട് വന്നിട്ട്. പിന്നെ ഈ വേഷമൊക്കെ കണ്ടിട്ടെ ഗോവിന്ദേട്ടനും നന്ദോട്ടനും ഒന്ന് ഞെട്ടിട്ടെ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. എന്നിട്ട് പർച്ചേസിന് പോയാ പോരെ? അപ്പോഴേക്കും ഒരുപാട് വൈകില്ലേ? അതെ അതെ. അതെ അമ്മേ, ഇന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്നിട്ട് നാളെ രാവിലെ ഇങ്ങ് പോരാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ശരി. അപ്പൊ നമ്മുടെ കൂടെ രണ്ടാളുകളില്ല, കനകയും അനാമിക മോളും. ആ പാചക വിദഗ്ധൻ എത്തിയല്ലോ. ആദർശമനെ, പാചകമേ കുറച്ച് മോശമാക്കുന്നത് നല്ലതാ. നന്നാക്കി കഴിഞ്ഞാലേ പിന്നെ മോനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറേണ്ടി വരും. അതിനുള്ള ധൈര്യമൊന്നും ആദർശനില്ല. ആര് പറഞ്ഞില്ലെന്ന്? ഇന്നത്തോടെ ഇവിടെ ഒരു പൊളിച്ചെടുത്താൻ നടക്കാൻ പോകുന്നത്. അവസാനേ പൊളിയാതിരുന്നാ മതി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നിനക്ക് മാത്രമേ പാചകം അറിയത്തുള്ളൂ. അമേൻ, അതുകൊണ്ടാ പറഞ്ഞത് ഇന്ന് പലരുടെയും സങ്കല്പങ്ങളൊക്കെ തെറ്റുമെന്ന്. ആയിക്കോട്ടെ. എന്നാ പിന്നെ നമുക്ക് പോവാം. അപ്പോഴേ നിങ്ങൾ ആണുങ്ങൾക്ക് മോശപ്പേരുണ്ടാക്കരുത്, പ്രത്യേകിച്ച് മുത്തശ്ശന്. ആത്മവിശ്വാസത്തോടെയല്ലേ എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഭയക്കണ്ടമ്മേ. ശരി, നമുക്ക് പോയിട്ട് വരാം. വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Yes, Mr. Govindan. Hello, Mr. Govindan. How are you? Where is Nandutan? മനസ്സിലായില്ല. എന്ന് മനസ്സിലായില്ല? ഇല്ല. Oh my God. What is this, ഗോവിന്ദേട്ടാ? ഗോവിന്ദേട്ടാ, ഞാനാ കനക. നീയായിരുന്നോ? എന്താ ഈ വേഷത്തില്? ഈ ലോകത്ത് സ്വന്തം ഭാര്യ മനസ്സിലാക്കാത്ത ആദ്യത്തെ ഭർത്താവാ ഗോവിന്ദൻ. നോക്കി മോളെ, നിന്റെ അമ്മയുടെ ഈ വേഷം. എന്താ അമ്മ ഈ കൊല്ലത്തില്? അതെന്താ ഈ വേഷത്തിൽ എന്നെ കണ്ടപ്പോ നിനക്ക് കോലം പോലെ തോന്നിയോ? ഐ ആം ലുക്കിംഗ് സ്മാർട്ട് അല്ലേ ഗോവിന്ദേട്ടാ? നീ ആളാകെ മാറിപ്പോയല്ലോ കനകെ. ഇക്കണക്കിന് മരുമക്കളുടെ വീട്ടിൽ കുറച്ചു കാലം നിന്നാൽ നീ മറ്റൊരാളാവുമല്ലോ. അതല്ല ഗോവിന്ദേട്ടാ, ഈ വീട്ടിലില്ലാത്തൊരു കാര്യം ആ വീട്ടിൽ നടപ്പാക്കി ആദർശമുണ്ട് മുത്തശ്ശൻ. അതെന്താ അമ്മേ? ആ, ഇന്നത്തെ ദിവസം ആണുങ്ങളാണ് അവിടുത്തെ പാചകക്കാര്. പെണ്ണുങ്ങളെല്ലാം ഫ്രീ ആക്കി. പിന്നെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ആള് വന്നപ്പോ ഞാനും ഒന്ന് ഒരുങ്ങി ചമഞ്ഞു. പിന്നെ ഇങ്ങനത്തെ ഒരു വേഷം ധരിക്കുമ്പോ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണ്ടേ? അതുകൊണ്ടാ എല്ലാവരും പർച്ചേസിന് പോയപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. എന്തായാലും നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ രണ്ട് പെമ്മക്കളുടെ അമ്മയാണെന്ന് പറയില്ല. അത്രയും മതി, എനിക്ക് അത്രയും കേട്ടാ മതി. എന്തായാലും ഇനി ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ആ കല്യാണമൊക്കെ അല്ലേ, ഇപ്പോഴല്ലേ നീ അവിടെ നിൽക്കുന്നത്. ഓ, അവിടെ എന്തിനാ നിൽക്കുന്നത്? അവിടെ എല്ലാം ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ആ അത് അമ്മ നവീച്ചയുടെ കാര്യം നോക്കാനല്ലേ അങ്ങോട്ട് പോയത്, അപ്പൊ പിന്നെ ഇവിടെ വേണ്ടേ? ആ അത് ശരിയാ. നീ അടുത്തുണ്ടെങ്കിലേ അവള് ചിട്ടയായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതേ ഗോവിന്ദേട്ടാ, അവളിപ്പോ നന്നായിട്ട് മാറി. സത്യം പറഞ്ഞ അവളുടെ മാറ്റാ ഇപ്പൊ ആകെ ഒരു ആശ്വാസം. ഭർത്താവിനെയും അവന്റെ അമ്മയൊക്കെ അവളെ നന്നായിട്ട് തിരിച്ചറിഞ്ഞു. ആ നയനമോള് പറയുന്നതൊക്കെ കേട്ട് ജീവിച്ചാ അവൾക്ക് ജീവിതം ഉണ്ടാവും. എന്തായാലും മോൾ ആരെയും കുഴിയെ ചാടിക്കാൻ ശ്രമിക്കില്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. അതെ അതെ. ആ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ എന്തായി? ഓ, അതൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് എല്ലാരും പർച്ചേസിന് പോയിരിക്കുന്നത്. ഇന്നിനിപ്പോ അവിടെ ആണുങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു പിടിയുമില്ല. എന്തായാലും അനിയ കാര്യങ്ങൾ നയനമോള് പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് ആ പയ്യനിപ്പോ നല്ല മാറ്റമുണ്ട്. അവൻ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് കല്യാണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. നന്ദൂട്ടാ, ജീവിതമാകുമ്പോ അങ്ങനെയൊക്കെയാ മോളെ. നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോ നമുക്ക് കിട്ടില്ല എന്ന് വരും. പിന്നെ ഇവിടെ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലാത്ത രണ്ടുപേരാ സ്നേഹിച്ചത്. അതൊക്കെ ഒരു സമയദോഷം കൊണ്ടായിരിക്കും. നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുമ്പോ നമ്മളെ സങ്കടപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്നേ പറ്റൂ. ഇങ്ങനെയൊക്കെ അതങ്ങ് വന്നു പോയി എന്ന് കരുതിയാ മതി. ഇതൊക്കെ ഞാൻ മോളോട് പറയാറുണ്ട്, പക്ഷെ ഇപ്പോഴുള്ള ഉള്ളിന്റെ ഉള്ളിൽ ആ വേദന ഇങ്ങനെ തങ്ങി നിൽക്കുക. നന്ദുട്ടാ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ മോൾ അങ്ങോട്ടൊന്ന് പോണം. അവിടെ ചെന്നിട്ട് മോളെല്ലാം മറന്ന് മോളുടെ ചേച്ചിമാരോടൊപ്പം അനിയുടെ കല്യാണത്തിൽ പങ്കെടുക്കണം. അപ്പൊ എനിക്ക് മനസ്സിലാവും മോള് അവനോട് പറഞ്ഞതൊക്കെ ശരിയാണെന്ന്. ഇനി ജീവിതകാലം മുഴുവൻ അങ്ങനെ സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോയാൽ മതി. കഴിവതും അനിയുടെ കല്യാണം കഴിഞ്ഞാൽ അനിയെ മനാമികയൊന്നും കാണാൻ ശ്രമിക്കാത്തതാണ് നല്ലത്.
ആ പെൺകൊച്ചിന് അത്രയ്ക്ക് സംശയമാണല്ലോ. പിന്നെ പെൺകുട്ടികളുടെ മനസ്സിലൊരു കരട് കയറിയാ അത് പോകാൻ വലിയ പ്രയാസം മോളെ. അങ്ങനെയുള്ളപ്പോ മോള് പരമാവധി അവരുടെ കൺവെട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്നതാ നല്ലത്. ഇതിൽ ഏതൊക്കെ പൊടികളെ ഇടേണ്ടെന്ന് അറിയില്ലല്ലോ. അവിയലുള്ള പച്ചക്കറി അറിഞ്ഞത് എന്ത് ചെയ്യണം? അത് നേരത്തെയുള്ള ആവേശം ഇപ്പൊ ഇല്ലല്ലോ. എന്താണ് നീ ആലോചിക്കുന്നത്? ആലോചിക്കാതൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇത് നേരത്തെ ഈ ചിന്തയില്ലായിരുന്നല്ലോ. എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് കാരണവരായിട്ട് നിൽക്കായിരുന്നല്ലോ. ചില കാര്യങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. നാണം കെടുത്തരുത്. ഷോപ്പിങ്ങിന് പോയി അവർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ പക്ഷെ അവർ ഒരു ഗ്ലാസ് വെള്ളം പോലും പുറത്തുനിന്ന് കുടിക്കത്തില്ല. എല്ലാവരും നമ്മളുണ്ടാക്കി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല. അത് കഴിച്ചിട്ട് വേണം അവർക്ക് കുറ്റം പറയാൻ. ആ നേരത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അച്ഛനൊന്നും മിണ്ടാതിരിക്കുക. ഞാനൊന്ന് ആലോചിക്കട്ടെ. അവിയൽ എന്തൊക്കെയായിരുന്നു നമ്മൾ ചേർത്തുകൊണ്ടിരുന്നത്? തേങ്ങ എന്തായാലും വേണം. ആ വെളുത്തുള്ളി ഒന്ന് തൊലി കളഞ്ഞ് വെച്ചേക്കും. എല്ലാവരുടെയും വെച്ചിരിക്കല്ലേ? ആണോ? ഇവനല്ലേ ചെയ്തത്. അതില് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എന്നാ അയാൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ചെയ്തു കൊടുക്ക്. അതൊക്കെ ഞങ്ങൾ ചെയ്തേട്ടാ. ഏട്ടന്റെ ഭാഗം ക്ലിയർ ആക്കി നോക്ക്. പാചകം ആർക്കും ചെയ്യാം. എന്നാൽ അത് കഴിച്ചിട്ട് കഴിക്കുന്നവർ കുറ്റം പറയാതിരിക്കണം. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനം ഇല്ലാതാവും. അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇപ്പോ എന്നും പാചകം ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. എന്നാലും തരക്കേടില്ലാതിരിക്കണം. അത്രേ അച്ഛൻ ഉദ്ദേശിച്ചുള്ളൂ. ചിലപ്പോ ചെറിയ കുറ്റങ്ങളൊക്കെ വന്നിരിക്കും. നീ നേരത്തെ പറഞ്ഞത് ടേസ്റ്റുള്ള കറികൾ ഉണ്ടാക്കി അവരുടെ മുന്നിൽ വെക്കുന്നല്ലേ? പിന്നെന്താ ഇപ്പൊ മാറിയത്? അല്ല, എല്ലാവർക്കും വേണ്ടത് ചോറും കറികളാ. ഇനിയിപ്പോ കഞ്ഞി ഉണ്ടാക്കി ചമ്മന്തി അരച്ച് കൊടുക്കേണ്ടി വരുമോ? അങ്ങനെയെങ്കിൽ നമ്മൾ ആണുങ്ങൾ കഞ്ഞികളാണ് അവരെല്ലാം പറയും. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഒരു ദിവസത്തെ അടുക്കളപ്പണി ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ കഞ്ഞികൾ തന്നെയാ, പാഴം കഞ്ഞികൾ. ഒന്നും കയറി കേൾക്കണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്തോ. അവളെ പിണക്കാൻ ഏത് ഗ്രഹപ്പഴ നേരത്താണോ എനിക്ക് തോന്നിയത്. ഇനിയിപ്പോ അഭിമാനം കളഞ്ഞ് വിളിക്കുന്നതാണ് ബുദ്ധി.